പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻ ജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോഡിജി വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യും. എന്താ ഇവര് പറയും? പിന്നെ പറഞ്ഞു നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു എനിക്കെതിരായിട്ടുള്ള പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യാം. ആരാന്ന് മനസ്സിലായോ? ഞങ്ങൾ വിചാരിക്കണല്ല. ഞാൻ പറഞ്ഞ മെറ്റ വരെ കേൾക്കും. ഇന്ത്യ മുഴുവൻ അവർ റിമൂവ് ചെയ്യാണ്, പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. നീ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും, പാവപ്പെട്ടവരാണ്. എന്താ കുഴപ്പം? പോകാൻ പാടില്ലേ? എന്താ കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവരത് തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കടയും ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവണം. ഇപ്പൊ എവിടെയാണ് നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പറയണോ? എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ, പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഉണ്ടായില്ലേ, സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തില്ലേ? മുതിർന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമെന്ന് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കും. പാചക തൊഴിലാളികളോട് പറഞ്ഞു, തീരുമാനമെടുത്തില്ലേ? ഇവര് കേരളം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. രൂക്ഷമായ ധനപ്രതിസന്ധിയ. ഈ ഓണം എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിച്ച് നോക്ക്, മാവേലി സ്റ്റോറിലും ഓണം സ്റ്റോറിലും പോയി നോക്ക്, 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി കൊടുക്കുന്ന 13 സാധനങ്ങളും അവിടെ ഉണ്ട്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഉദ്ഘാടനം ചെയ്യാതെ ആളുകൾ പോയിട്ടുണ്ട്. അത് സബ്സിഡിയുള്ള സാധനമൊന്നുമില്ല, സോപ്പും ചീപ്പും കണ്ണാടിയാണ് ഓണത്തിന്. അതൊക്കെ മാറി, സാധനങ്ങൾ എത്തി, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് എത്തി. എല്ലാവർക്കും അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷന്റെ കുടിശ്ശിക എത്രയായിരുന്നു? ഇപ്പൊ കിട്ടിയില്ലേ? പാചക തൊഴിലാളികൾക്ക് കുടിശ്ശിക കിട്ടി. എല്ലാവർക്കും, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം കൊടുത്താൽ മതി. ഓണമായതുകൊണ്ട് അടുത്ത മാസം കൊടുക്കേണ്ടത് അടുത്ത മാസത്തെ തുക ഈ പ്രാവശ്യം കൊടുക്കുകയാണ്, 19-ാം തീയതി മുതൽ. ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ഒരു സംശയവും വേണം. സർക്കാർ തെറ്റ് ചെയ്താൽ തിരുത്താൻ നമ്മുടെ പാർട്ടി ഉണ്ടാവും. പാർട്ടി പറഞ്ഞാൽ നമ്മൾ കേൾക്കും. പാർട്ടി തിരുത്തണമെന്ന് പറഞ്ഞാൽ തിരുത്തും, തെറ്റ് പറ്റിയാൽ. പാർട്ടിക്ക് വിധേയമായിട്ട്, പ്രസ്ഥാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ